ഹലോ, വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആഫ്റ്റർ 50 നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ സ്കിൻ കെയർ എന്നുള്ളത് അല്ലേ. അത് ഞാൻ ഒരുപാട് വീഡിയോയിലൂടെ സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ചിട്ട് എപ്പോഴും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഒരു 50 വയസ്സായി കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ 40 മുതൽ നമ്മളുടെ സ്കിൻ കെയർ റൊട്ടീനിൽ നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഞാൻ എപ്പോഴും തന്നെ പറയാറുണ്ട്. അഡീഷണലായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട സിറം ഏതൊക്കെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. കാരണം നമുക്കറിയാം, ഒരു 40 to 50 എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 40-50 വയസ്സിൽ വരേണ്ട ഫൈൻ ലൈൻസ് അല്ലെങ്കിൽ റിങ്കിൾസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു 40 ഇയേഴ്സിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. പ്ലസ് നമ്മളുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ അത് ഡ്രൈനെസ് വരും, അതുപോലെ തന്നെ നമുക്ക് റിങ്കിൾസ് ഏർലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ പ്രോപ്പർ സ്കിൻ റൊട്ടീൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് അത്രയും പെട്ടെന്ന് നമുക്ക് സ്കിന്നിനെ അത് അഫക്റ്റ് ചെയ്യാതെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, സ്കിൻ കെയർ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്കിൻ കെയർ പ്രോപ്പർ ആക്കിയാലേ ബാക്കി നിങ്ങൾ എന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ്. ഞാൻ ഇന്നിവിടെ സ്കിൻ കെയറിനെ കുറിച്ചിട്ടല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നല്ല അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. ഒരു 40, 45, 50 ഒക്കെ കഴിഞ്ഞവർക്ക് നിർബന്ധമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതും പ്ലസ് നല്ല പോലെ റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു പാക്കിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഹോം മെയ്ഡായിട്ടുള്ള പാക്ക് പറഞ്ഞു തരണം എന്ന് എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, നമുക്കറിയാം ഒരു 40-50 ഒക്കെ ആയിക്കഴിയുമ്പോൾ, 50 എബോവ് ഒക്കെ ആയിക്കഴിയുമ്പോൾ ഭയങ്കര ഉള്ളിൽ തന്നെ ഭയങ്കര ഒരു ടെൻഷനാണ്. നമ്മൾ എന്ത് ചെയ്താലായിരിക്കും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഒരു ഉള്ളിൽ നമുക്ക് ഭയങ്കര ഒരു ആശങ്കയാണ് അല്ലേ. അപ്പോൾ പല പല പാക്കും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചിലതിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും, ചിലതിൽ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. പ്ലസ് നമ്മളത് പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട്. നമുക്കൊരു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇട്ടു, ആ ഒരു പ്രാവശ്യത്തിൽ മാത്രം പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണം എന്നാഗ്രഹിച്ച് ചെയ്യാതെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു വരണം. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഒരു 50 ഡേയ്സ് കൂടുമ്പോഴെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന പാക്കും അതുപോലെ നല്ല റിസൾട്ടുള്ള ഒരു പാക്കാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഒരു 2-3 മന്ത്സ് കഴിയുമ്പോൾ നമുക്ക് സ്കിന്നിലുണ്ടാവുന്ന ചേഞ്ചസ് നമുക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താ പാക്ക് എന്നുള്ളതല്ലേ. നമുക്കറിയാം, നമ്മൾ ചിയാ സീഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. ചിയാ സീഡ് എല്ലാ വീടുകളിലും ഇപ്പോൾ ഉണ്ട്. പിന്നെ നമ്മളുടെ ഡയറ്റിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ചിയാ സീഡ് യൂസ് ചെയ്യുന്ന എല്ലാവരും തന്നെ കുറേ പേര് ചിയാ സീഡ് സ്ഥിരമായിട്ട് എന്താ പറയുക, നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. സോ അതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാപ്പോഴും അത് കാണാറുണ്ട്. അപ്പോൾ ചിയാ സീഡ് നമുക്ക് നല്ലൊരു പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കായിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻറ്റി ഏജിങ് പാക്ക് എന്നുള്ള രീതിയിൽ അത് എങ്ങനെയാണ് നമ്മൾ പാക്ക് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ, നമുക്കറിയാം ചിയാ സീഡ് കുറച്ച് 1 or 2 സ്പൂൺ എടുക്കുക, ടേബിൾ സ്പൂൺ എടുക്കുക. സോ അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുക, കുതിർക്കാൻ വേണ്ടി വയ്ക്കുക. കുതിർക്കാൻ വയ്ക്കുന്നത് വെള്ളത്തിലല്ല, റോ മിൽക്കിലായിരിക്കണം, പാലിലായിരിക്കണം. മനസ്സിലായോ? അതായത് തിളപ്പിച്ച പാലിലല്ല, റോ മിൽക്ക്, അതായത് ഒന്നും ചെയ്യാത്ത പച്ചപ്പാലിലായിരിക്കണം നമ്മളത് കുതിരാൻ വേണ്ടി വയ്ക്കുക. ഒരു ഹോൾ നൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെച്ചാൽ മതി, കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ കുറച്ച് നമുക്ക് ചിയാ സീഡ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, മോർണിംഗ് ഓർ നിങ്ങൾ ഫ്രീ ആയ ടൈമിൽ അതെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ലൂസായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ മിക്സിയിലിട്ട് അടിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് 1 സ്പൂൺ അരിപ്പൊടി ഉണ്ടാവുമല്ലോ. കാരണം അതും കൂടി കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ നല്ല രീതിയിൽ ഒന്ന് സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി, റൈസ് പൗഡർ നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. നമുക്ക് റൈസ് പൗഡർ, ചിയാ സീഡ്, മിൽക്ക്, ഇത് 3ഉമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് നല്ല, അതായത് ലൂസായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി പോകുന്ന രീതിയിലാവാത്ത രീതിയിൽ വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഈ റൈസ് പൗഡറും കൂടി നമ്മൾ ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയിട്ടും, പ്ലസ് നമുക്ക് റൈസ് പൗഡർ നമ്മളെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഒരുപാട് കാര്യങ്ങൾക്ക് റൈസ് എക്സ്ഫോലിയേഷന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടാൻ റിമൂവലിന് വേണ്ടി യൂസ് ചെയ്യാം, സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ
റൈസ് പൗഡർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മൂന്നും കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന മുമ്പ് ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്തിരിക്കണം. ഫേസ് നല്ലപോലെ ഫേസ് വാഷ് ഓർ ക്ലെൻസറായിട്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ പാക്ക് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ പാക്ക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തോന്നുന്ന രീതിയിൽ ഇടാതെ കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ വേണം പാക്ക് ഇടാൻ കേട്ടോ. നമ്മൾ ഇവിടുന്ന് മേളിലേക്കായിട്ട് പാക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഫോർഹെഡ് ഏരിയ പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ഈ ഒരു ഐ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ ഏരിയയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഐയുടെ ഭാഗത്ത് നിങ്ങൾക്ക് കുക്കുംബറോ അങ്ങനെ എന്തെങ്കിലും ആ പാക്ക് ഇടുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് കോട്ടൺ പാഡ് ഉണ്ടെങ്കിൽ അത് റോസ് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് കണ്ണിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കുക്കുംബർ ജസ്റ്റ് സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ണിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ചെയ്യുക. പ്ലസ് നമ്മൾ ഫേസിൽ ഈ ഒരു മെത്തേഡിൽ വേണം നമ്മുടെ പാക്ക് ഇടാം. പ്ലസ് നമ്മൾ നെക്കിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ ഈ ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ നെക്കിൻ്റെ ഏരിയ മുതൽ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ ഇങ്ങനെ വേണം മേളിലേക്കായിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അതിനുശേഷം ഒരു 30 മിനിറ്റ് 20 മിനിറ്റ് അല്ല, നമ്മൾ സാധാരണ പാക്ക് നമ്മൾ പറയാറുണ്ട് ഒരു 15 to 20 മിനിറ്റ്സ് ആണ് നോർമലി എല്ലാ പാക്കും നമ്മൾ ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു 20 to 30 മിനിറ്റ്സ് നമ്മൾ വയ്ക്കണം. കാരണം നമ്മളുടെ സ്കിൻ നല്ലപോലെ, അതായത് നമ്മളിത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫൈൻ ലൈൻസ് കുറയ്ക്കുക, റിങ്കിൾസ് കുറച്ച് നമ്മളുടെ സ്കിന്നിനെ ലിഫ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ എന്താ പറയുക, നമ്മളല്ലാതെ ഒരു 50 വയസ്സ് കഴിഞ്ഞവർക്ക് ഇന്ന പാക്ക് ഇടൂ എന്നുള്ളതല്ല. അതിന് വ്യക്തമായിട്ടൊരു റീസൺ ഉണ്ട് ഈ ഒരു പാക്ക് ഇടാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുള്ള ചുളിവുകൾ നല്ലപോലെ ഇത് ടൈറ്റാക്കി നിർത്തി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ശരിക്കും ലിഫ്റ്റിംഗ് ആണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് 30 മിനിറ്റ്സ് വെക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഒരു 20 to 30 മിനിറ്റ്സിന് ശേഷം മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിന് കൊണ്ടുള്ള ഗുണം മനസ്സിലായല്ലോ. റിങ്കിൾസ്, ഫൈൻ ലൈൻസ് എല്ലാം കുറച്ച് നമ്മളുടെ സ്കിൻ ഒന്നുകൂടി ലിഫ്റ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമുക്കൊരു വീക്ക്ലി വൺസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അതുപോലെ തന്നെ നമുക്കിത് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും റിമൂവ് ചെയ്യാൻ. 30 മിനിറ്റിന് ശേഷം ഇത് റിമൂവ് ചെയ്യുമ്പോൾ കുറച്ച്, അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ മസാജ് കൊടുത്ത് വേണം നമ്മൾ റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. താഴെന്ന് തന്നെ മേളിലേക്കായിട്ട് നല്ലപോലെ മസാജ് കൊടുത്ത് ഇത് പതുക്കെ റിമൂവ് ചെയ്ത് എടുക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ അപ്ലൈ എന്ത് പാക്ക് ഇട്ടാലും ആഫ്റ്റർ ഒരു സ്കിന്നിന് നമ്മൾ ഒന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു പാക്ക് എന്ന് പറയണത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ റിങ്കിൾസൊക്കെ കുറയ്ക്കാനും ഡ്രൈനെസ് കുറയ്ക്കാനും അതുപോലെ നമ്മുടെ ആ ഒരു നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന സംഭവങ്ങൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്ലസ് നമുക്കറിയാം ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും അല്ല. നമ്മൾ വീട്ടിൽ ചിയാ സീഡൊക്കെ ഇപ്പോൾ എപ്പോഴും കിട്ടും, അല്ലെങ്കിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ കുറച്ച് പച്ചപ്പാൽ അതാ വേണ്ടത്. പ്ലസ് നമുക്ക് അരി പൗഡർ ഇതൊക്കെ വീട്ടിലുള്ളതാണ്. ഇതിനൊന്നും നമുക്കൊരു എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ വിചാരിക്കും പുറത്തെവിടെയെങ്കിലും പോയി കുറേ പൈസ കൊടുത്ത് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉള്ളൂ എന്നുള്ളൂ. അങ്ങനെയില്ല. ഇതുപോലെ നമുക്ക് ചെയ്താലും നല്ല റിസൾട്ടാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു കൺസിസ്റ്റൻ്റായിട്ട് അത് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു, പിന്നെ അത് മടുത്തു വിട്ടു, പിന്നെ അടുത്ത ദിവസം നമ്മൾ അടുത്ത വീഡിയോ കാണും അല്ലെങ്കിൽ അടുത്ത പാക്ക് ഇടും, അങ്ങനെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവത്തിൽ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ചെയ്തിട്ട് ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു പാക്ക്, അപ്പോൾ 50 കഴിഞ്ഞവർക്ക് ഇനി ഒന്നും പറഞ്ഞെന്നില്ല എന്നുള്ളത് വേണം. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ 50 യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ്, കൊളാജൻ പ്രൊഡക്റ്റ്, സീറം, എങ്ങനെയുള്ള മോയ്സ്ചർ, ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് നല്ലൊരു പാക്ക് എനിക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ നല്ലൊരു പാക്കും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സന്തോഷമായില്ല. അപ്പോൾ എന്തെല്ലാം ചെയ്ത് നോക്കി അറിയിക്കുക. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്തില്ലേ, എല്ലാവരും കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.